എന്നു മുതലാണ് സാർ അങ്ങ് ഹലാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്? ഇവിടെയാണ് ജനിച്ചത് മുതൽക്ക് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത്. എവിടെ? ഈ പാക്കറ്റുകളിലെല്ലാം അങ്ങ് ഹലാൽ ഹോട്ടലുകളിൽ മാത്രം കയറിയായിരുന്നോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? കേവലം ഇത് ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, ഇത് ആഗോള ഇസ്ലാമിക വൽക്കരണത്തിന്റെ രഹസ്യ അജണ്ടയുടെ ഒരു മൂടുപടം മാത്രമാണിത്. കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രദീപുള്ള, ഒരു 1.5 വർഷം മുമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന നടനായ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായ താങ്കൾക്കറിയാമല്ലോ. ഹലാൽ ഫ്ലാറ്റ്. എന്തിനാണ് സാർ ഭക്ഷണം മാത്രമാണെങ്കിൽ എന്തിനാണ് ഹലാൽ ഫ്ലാറ്റ് ഉണ്ടാകുന്നത്? എന്തിനാണ് സാർ ഹലാൽ മഞ്ഞൾപ്പൊടി വരുന്നത്? എന്തിനാണ് സാർ KSFE ഈ കഴിഞ്ഞ വർഷം ദുബായിൽ പോയപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഹലാൽ ചിട്ടി നടത്തുമെന്ന് പറഞ്ഞു. KSFE എന്തിനാണ് സാർ ഹലാൽ ചിട്ടി നടത്തുന്നത്? എന്തിനാണ് സാർ ആഗോളതലത്തിൽ ഹലാൽ ടൂറിസത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്തിനാണ് സാർ കഴിഞ്ഞ ദിവസം കണ്ട ഹലാൽ കോണ്ടം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെയാണോ ഹലാൽ എന്ന് പറയുമ്പോൾ കേവലമായ എന്തോ ഭക്ഷണത്തിൽ എഴുതി വെക്കുന്ന വിശുദ്ധമായതാണ്? പ്രദീപ് പിള്ള ഇവിടെ വിശദീകരിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ കൊടുത്ത എന്തോ ലൈസൻസിന്റെ ഭാഗമാണ് ഹലാൽ എന്ന രീതിയിലാണ് പ്രദീപ് വിശദീകരിച്ചത്. അങ്ങനെയല്ല. ഇത് ഒരു മനുഷ്യന്റെ സമസ്ത മേഖലയെയും ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിത്. എങ്ങനെയാണ് സാർ ഹലാൽ ടൂറിസം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഹലാൽ കോണ്ടം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഹലാൽ ഫ്ലാറ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഹലാൽ ചിട്ടി ഉണ്ടാകുന്നത്? നമുക്കറിയാത്ത എത്രയെത്രയോ മേഖലകളിൽ ഹലാൽ കടന്നു വന്നിരിക്കുന്നു. അപ്പൊ ഭക്ഷണത്തിൽ മാത്രമല്ല ഹലാൽ. ഞാൻ പറഞ്ഞത് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഫണ്ടിംഗ് ഏജൻസിയാണ് ഹലാൽ ഏജൻസികൾ, യാതൊരു തർക്കവുമില്ല. പിന്നെ ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞ ഒരു അടിസ്ഥാനരഹിതമായ ഒരു കാര്യം കൂടെ ഞാൻ തിരുത്തിക്കൊള്ളട്ടെ. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടർമാരിൽ ഒരാളായ അൽ കബീറിനെ പറ്റി പറഞ്ഞ അത് മുസ്ലിങ്ങളല്ല നടത്തുന്നത്. എന്തിനാണ് സാർ കള്ളം പറയുന്നത്? ഞാൻ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. നെറ്റിൽ നോക്കും. ഗുലാമുദ്ദീൻ എം ഷെയ്ഖ് എന്ന് പറയുന്ന നരിമാൻ പോയിന്റിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിന്റെ പേരിലാണ് അൽ കബീറിന്റെ ലൈസൻസ്. താങ്കളെ ഞാൻ ആ ലൈസൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കാണിച്ചു തരാം. എന്റെ കയ്യിലുണ്ട്, എന്നാൽ ഇപ്പോൾ അയച്ചു തരാം. അപ്പൊ ഇത് തെറ്റാണ്. മുസ്ലിം തന്നെയാണ് നടന്നത്. അത് നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് പോയിക്കോട്ടെ. അങ്ങ് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മുസ്ലിങ്ങൾക്ക് അരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ സാർ കേരളത്തിൽ, അവിടെ ഒരു പോർക്ക് ഷോപ്പ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പന്നി വിരുദ്ധമായിരിക്കാം, മറ്റുള്ളവർ തിന്നാൻ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ ഇത് ഹലാൽ ഹലാൽ എന്ന് പറയുമ്പോൾ കേവലം നമ്മളതിനെ ഭയത്തോടു കൂടിയാണ് കാണേണ്ടത്. കാരണം എന്താണെന്നറിയാമോ? ഇത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ ആണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇത് കാർന്നു തിന്നുകയാണ്. അല്ലാതെ ഇത് കേവലം നിഷ്കളങ്കമായി ഉണ്ടാകുന്നതല്ല. ഹലാൽ നടത്തുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല, 50,000 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് മാത്രം, ലൈസൻസ് ഫീ മാത്രം കൊടുത്താൽ പോരാ. അവിടെ അവരനുശാസിക്കുന്ന മാറ്റങ്ങൾ വരുത്തണം. എന്താ മാറ്റം? അവിടെ ഉണ്ടല്ലോ പാചകക്കാരൻ മുസ്ലിം ആയിരിക്കണം. പാചകക്കാരൻ മുസ്ലിം ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഐത്തം കൊണ്ടുവരികയാണ് സമൂഹത്തിലേക്ക്. മുസ്ലിം പാചകം ചെയ്തത് മാത്രം മുസ്ലിം കഴിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി മതേതര കേരളത്തിനും 1-ാം നമ്പർ കേരളത്തിനും എന്താ ആശങ്കയില്ലാത്തത്? നമ്മൾ പറയുമ്പോ നിങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ അനാചാരങ്ങൾ, ഈ ഇസ്ലാം ഉണ്ടായത് 14-ാം നൂറ്റാണ്ടിലാണ്. 14-ാം നൂറ്റാണ്ടിലെ അനാചാരത്തിലേക്കും പ്രാകൃത മതത്തിലേക്കും നിങ്ങൾ സമൂഹത്തെ കൈപിടിച്ച് നയിക്കുകയാണോ? ഒരു പൊതുസമൂഹം ഇതിനെ ആശങ്കയോടെ കാണണ്ടേ? അൺടച്ചബിലിറ്റി കൊണ്ടുവരുന്നു. മുസ്ലിം പാചകം ചെയ്തത് മാത്രം മുസ്ലിം കഴിക്കണമെന്ന് ശഠിക്കുന്ന ബോർഡുകൾ കേരളത്തിലും ഇന്ത്യയിലും കൂടുപോലെ മുളച്ചു പൊങ്ങുമ്പോ ചാനൽ മുറികളിൽ വന്നിരുന്നതിനെ ലളിതവൽക്കരിക്കാൻ സാധ്യമല്ല പ്രദീപ്. അങ്ങ് അതിനെ അതുകൊണ്ട് ലളിതമായി കാണരുത്. ഇത് അൺടച്ചബിലിറ്റി ആണ്. 14-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃതത്വത്തിലേക്ക് സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം സാമൂഹ്യമായ ബഹിഷ്കരണവും ഉണ്ടത്. മുസ്ലിം അല്ലാത്ത പാചകക്കാരനെ അവിടെ നിന്ന് ഔട്ടാക്കുകയാണ്. മുസ്ലിം അല്ലാത്ത കശാപ്പുകാരൻ ഔട്ട്. ഇവിടെ എല്ലാ മുസ്ലിമിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം, ഷാംപൂവിൽ എന്തിനാണ് സാർ ഹലാൽ? താങ്കൾ ഭക്ഷണമാണെന്ന് പറഞ്ഞല്ലോ, ഷാംപൂവിൽ എന്താണ് ഹലാൽ? അപ്പൊ നിങ്ങൾ ഹലാൽ എന്ന് പറഞ്ഞത് സമൂഹത്തിലേക്ക് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് പർദ്ദയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഞാൻ വീണ്ടും ചോദിക്കുന്നു ഹുസൈൻ മടവൂറിനോട്, അങ്ങയുടെ ചെറുപ്പകാലത്ത് അങ്ങയുടെ പെങ്ങന്മാരും അമ്മയും ഒക്കെ പർദ്ദയിട്ടാണോ നടന്നുകൊണ്ടിരുന്നത് കേരളത്തിന്റെ സമൂഹത്തിൽ? അപ്പൊ നിങ്ങൾ ഇസ്ലാമികവൽക്കരണം കേരളത്തിലേക്ക് മനോഹരമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അതിലേക്കാകണം. ഇന്നൊരു ഹിന്ദുവിന് ഒരു സമൂഹത്തിൽ ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ അവർ ഹലാൽ ഉണ്ടെങ്കിലേ ഇതര മതസ്ഥൻ കയറിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇതാണോ മതേതരത്വം? ഞാൻ ചോദിക്കട്ടെ സാർ, ഞാൻ മലപ്പുറത്ത് വന്ന് ഒരു നോൺ ഹലാൽ ഹോട്ടൽ നടത്തിയാൽ നിങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമോ? ഞാൻ ഹോട്ടൽ നടത്താൻ ഞാൻ വരാൻ തയ്യാറാണ്. ഒരു മലപ്പുറത്ത് വന്നിട്ട് എനിക്ക് ഒരു പോർക്കിറച്ചി കിട്ടുന്ന ഒരു ഹോട്ടൽ മലപ്പുറത്ത് നടത്തണമെന്ന് പറഞ്ഞാൽ അങ്ങയും അങ്ങയുടെ മുജാഹിദ് സംഘടനയും ഞങ്ങളെ പിന്തുണയ്ക്കുമോ ഡോക്ടർ ഹുസൈൻ മടവൂർ?
അപ്പൊ താങ്കൾ പിന്നെ എന്ത് മതേതരത്വത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്? എല്ലാം പറയാം. ഇവിടെ ഇസ്ലാമൈസേഷൻ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരനായ മുസ്ലിം ഒന്നും ഹലാലിന് ശടിക്കുന്നവനല്ല സർ. ഞാൻ വളരെ കൃത്യമായി എന്റെ ചെറുപ്പത്തിൽ ഒരു മുസ്ലിം കുടുംബവുമായി അടുത്തിടപഴകി. ഞാൻ ആ വീട്ടിൽ നിന്നും ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് ഒരാളാണ്. അവരാരും ഹലാൽ ഭക്ഷണമല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അവരും കഴിച്ചതായിരുന്നില്ല. ഞങ്ങൾ കുടുംബപരമായി ടൂർ പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു ഹോട്ടലിൽ താമസിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരും ഹലാലിന് വേണ്ടി ചടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കേവലം 5-10 വർഷത്തിനിപ്പുറം ആഗോളതലത്തിൽ ശക്തി പ്രാപിച്ച തീവ്രവാദത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് കേരളത്തിൽ ഹലാലുകൾ പോലെ മുളച്ചു പൊന്തുന്നത്. സന്ദീപ്